ഹലോ. ഓക്കെ, ഞങ്ങളപ്പോൾ ഇന്ന് മാലതി സിൽസിലും പിന്നെ പൂർണ്ണത്രേസ്യ അമ്പലത്തിലുമാണ് പോണത്. ഞാനും അമ്മയും ചേച്ചിയാണ് പോണത്. സോ നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് എത്തിയത് പൂർണ്ണത്രേസ്യ അമ്പലത്തിലോട്ടാണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ അമ്പലത്തിൽ വരുന്നത്. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി കഴിഞ്ഞപ്പോൾ പ്രസാദം വാങ്ങിയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പാൽപ്പായസം കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പാൽപ്പായസം കുടിച്ചിട്ട് ഞങ്ങൾ മാലതി സിൽസിലോട്ട് പോയി. മാലതി സിൽസ് തൊട്ടടുത്ത് തന്നെയായിട്ട് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ള അമ്പലത്തിൽ നിന്ന്. അങ്ങനെ അവിടെ പോയി. ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. പിന്നെ കുറച്ച് കളക്ഷൻസ് അന്ന് കുറച്ച് കുറവായിരുന്നു. ഞങ്ങൾക്ക് കൂടുതലും കളക്ഷൻസ് ഉള്ള പോലെ അന്ന് തോന്നിയില്ല. പക്ഷേ നല്ല അടിപൊളി ഫാബ്രിക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ അതൊന്നും വാങ്ങിയില്ല. എന്നിട്ട് ഞങ്ങൾ നേരെ തന്നെ ചായ കുടിക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ആ നേരെ കാണുന്നത് അമ്പലമാണ്, അത്ര അടുത്താണ്. അതിന് ഇതാ ഞങ്ങൾ ചായ കുടിക്കാൻ പോയി. ഇത് ജയലക്ഷ്മിയുടെ അടുത്തുള്ള ഒരു ഷോപ്പാട്ടോ, ഇതാന്ന് എനിക്കറിയില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ചായ കുടിച്ചിട്ട് ഞങ്ങൾ ജയലക്ഷ്മിയിൽ കയറി. ജയലക്ഷ്മിയിൽ ഞങ്ങൾ ആക്ച്വലി ഒരു സാരി എടുക്കാനാണ് പോയത്. പക്ഷെ അവിടെ അധികം കളക്ഷൻസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ പോത്തീസിലെത്തി. പോത്തീസിലാണ് കുറച്ചധികം സാരീസ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ അവിടെ നിന്ന് എന്തെടുക്കണമെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2-3 സാരീസൊക്കെ നോക്കി. എന്നിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സാരിയാണ്. അങ്ങനെ ഇത് ഞങ്ങൾ വാങ്ങി. എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അങ്ങനെ ഞാൻ വീട്ടിലെത്തി ഗൈസ്. വീട്ടിൽ വന്നപ്പോഴാണ് ഗൈസ് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഒരു കമ്മൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.